രൂപപ്പെട്ടു വന്നത് ഈ ഒരു തെറ്റായ ചിന്തയിൽ നിന്നാണ്. മൗലാന മൗദൂദിക്ക് പറ്റിയ തെറ്റിൽ നിന്നാണ്. ആ മൗദൂദിക്ക് പറ്റിയ തെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ വ്യക്തിയുടെ പേരില്ലാത്ത ഒരു പ്രബോധനം കാണിച്ചു തരാമോ? ഒരു പ്രബോധനം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗലാന മൗദൂദിയുടെ പേരില്ലാത്ത അദ്ദേഹത്തിന്റെ വീടിന്റെ ഫോട്ടോ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ഒരു വ്യക്തിയുടെ ഫോട്ടോ കൊടുക്കുന്നതിനോ വീടിന്റെ ഫോട്ടോ കൊടുക്കുന്നതിനോ എതിരാണെന്ന് പറയുകയല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പേരില്ലാത്തൊരു പ്രബോധനം കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ട അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് എത്തി എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയാധിഷ്ഠിതമായ രൂപത്തിലേക്ക് മാറിപ്പോവുകയാണ്. അവിടെ വരുന്ന അബദ്ധങ്ങൾ ഓരോന്നും നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഇനി ആലോചിച്ചു നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ചിലപ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ കാര്യം മഹാകഷ്ടം, നിങ്ങൾ പള്ളിയിൽ എത്തിയാൽ അല്ലാഹു അക്ബർ, പുറത്തെത്തിയാൽ ലീഗ് അക്ബർ, കോൺഗ്രസ് അക്ബർ, മാർക്സിസ്റ്റ് അക്ബർ, ഇതെന്ത് ഇസ്ലാമാ? പള്ളിയിൽ വന്ന അല്ലാഹു അക്ബർ, പുറത്തെത്തിയാല് വ്യത്യസ്ത അക്ബറുകൾ, ഇതെന്ത് ഇസ്ലാമാ? ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്കിതൊന്നും ശരിയല്ലേ എന്ന്. എന്നാൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട് പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം വന്നതുകൊണ്ടാണ് ഈ ചോദ്യമെന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒറ്റ ഉദാഹരണം, ജമാഅത്തെ ഇസ്ലാമി ഈ അടുത്ത കാലത്ത് വോട്ടിംഗ് ആരംഭിച്ചു. തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ അവർ പറഞ്ഞത്, ഞങ്ങൾ പാർട്ടിക്കോ മുന്നണിക്കോ വോട്ട് കൊടുക്കില്ല, മൂല്യം നോക്കിയിട്ടാണ് വോട്ട് കൊടുക്കുക എന്ന്. ചിലരൊക്കെ വിമർശകർ അവരെ പറ്റി പറഞ്ഞു, നിങ്ങളൊരു മൂല്യോമീറ്ററുമായി ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വ്യത്യസ്ത പാർട്ടികളെ മുന്നണികളെ നോക്കാതെ വ്യത്യസ്ത വ്യക്തികൾക്ക് മൂല്യം ചകഞ്ഞു നോക്കുകയും ആ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് കൊടുത്തു. പക്ഷേ അതിൻ്റെ ഒരു പിൻവശമുണ്ട്. ആ മൂല്യം നോക്കി ആർക്ക് വോട്ട് കൊടുത്താലും അതാർക്കാണ് ഉപകാരപ്പെടുക? ഇവിടെ മുന്നണികളാണ്, പാർട്ടികളാണ് ഭരിക്കുന്നത്, അവർക്കാണ് ആ വോട്ടിംഗ് ഉപകാരപ്പെടുക എന്ന ഒരു മറുവശം അവിടെ നിൽക്കട്ടെ. കോഴിക്കോട് ജില്ല, വ്യത്യസ്ത ജില്ലകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവർ വ്യത്യസ്ത പാർട്ടികൾക്ക് നേതാക്കന്മാർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മൂല്യം നോക്കിക്കൊണ്ട് അവർ പിന്തുണ പ്രഖ്യാപിച്ചത് കൊടുവള്ളിയിൽ അന്നത്തെ സി മുഹ്സിനായിരുന്നു ജനതാദളിന്റെ സ്ഥാനാർത്ഥി. തിരുവമ്പാടിയിൽ AV അബ്ദുറഹിമാൻ ഹാജി ലീഗിന്റെ സ്ഥാനാർത്ഥി. അതേപോലെ തന്നെ ബാലുശ്ശേരിയിൽ AC ഷൺമുഖദാസ് അന്നത്തെ കോൺഗ്രസ് എസ്. അതേപോലെ കുന്നമംഗലത്ത് CP ബാലം വൈദ്യർ CPM. നമ്മൾ തിരിച്ചു പറഞ്ഞു, ചില ആളുകളുടെ കാര്യം മഹാകഷ്ടം, അവർ പള്ളിയിലെത്തിയാൽ അല്ലാഹു അക്ബർ, അതേ ആളുകൾ തിരുവമ്പാടിയിലെത്തിയാൽ ലീഗ് അക്ബർ, അതേ ആളുകൾ കുന്നമംഗലത്തെത്തിയാൽ മാർക്സിസ്റ്റ് അക്ബർ, അതേ ആളുകൾ കൊടുവള്ളിലെത്തിയാൽ ജനതാദൾ അക്ബർ. ഇതെന്ത് ഇസ്ലാമാ? നോക്കൂ, ഒരു പരിഹാസം. പരിശുദ്ധ ഇസ്ലാമിന്റെ രാഷ്ട്രീയ നിലപാട് ഇന്ത്യയെ പോലെയുള്ളൊരു രാജ്യത്ത് എങ്ങനെ സ്വീകരിക്കണമെന്ന വിഷയത്തിൽ പറ്റിയ ഒരു അബദ്ധം, ആ അബദ്ധത്തിന്റെ പേരിൽ മറ്റു മുസ്ലിങ്ങളെ പരിഹസിക്കാൻ ശ്രമിച്ചപ്പോൾ ഇതേ ആളുകൾ നേരെ കോണിയെ കയറി അങ്ങ് പോയ സ്ഥാനത്ത് എഴഞ്ഞെഴഞ്ഞ് അവിടെ തന്നെ എത്തി എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇസ്ലാമിൽ നമ്മൾ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട് എന്താണ്? വളരെ കൃത്യമാണ്. ലോകത്ത് ഇസ്ലാമിക നിയമങ്ങൾ അനുസരിക്കേണ്ട രാജ്യങ്ങളുണ്ട്, ഇസ്ലാമിക വിരുദ്ധ ഭരണകൂടങ്ങളുണ്ട്, ഇസ്ലാമികേതര ഭരണകൂടങ്ങളുമുണ്ട്. ഈ മൂന്ന് സ്ഥലത്തും ഒരേ രാഷ്ട്രീയ നിലപാടല്ല മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്നാണല്ലോ. അപ്പോൾ ഇസ്ലാമിക രാജ്യത്ത് ആ ഭരണകൂടം ഖുർആനിനും സുന്നത്തിനും അനുസരിച്ചുകൊണ്ട് പറയുന്നിടത്തോളം കാലം ആ ഭരണകൂടത്തെ അനുസരിക്കണം. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഭരണകൂടത്തിന്റെ അടുത്ത് അബദ്ധങ്ങൾ പറ്റിയാൽ പോലും കലാപങ്ങൾ ഉണ്ടാക്കുകയല്ല, നേർക്ക് നേരെയുള്ള മാർഗങ്ങളിലൂടെ തിരുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതേപോലെ ഇസ്ലാമിക വിരുദ്ധ ഭരണകൂടം, രാജ്യത്തിന്റെ മതം ഇസ്ലാമല്ല, രാജ്യത്ത് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുമല്ല, അവിടെ മുസ്ലിങ്ങൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ, ആരാധനകൾ നിർവഹിക്കുവാൻ, ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് പരിശ്രമിക്കണം. ഒരിക്കലും പറ്റാതെ വന്നാൽ നാട് വിട്ടുകൊണ്ട് വിശാലമായ അള്ളാഹുവിന്റെ ഭൂമിയുടെ മറ്റൊരു വശത്തേക്ക് അവർക്ക് പോകാം.
അതേപോലെ ഇസ്ലാമികേതര ഭരണകൂടം, രാജ്യത്തിന്റെ മതം ഇസ്ലാമല്ല, രാജ്യത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുമല്ല, എന്നാൽ ഇസ്ലാമാണെന്ന് പറയുന്നതിനോ ഇസ്ലാമിന്റെ ആരാധനകൾ നിർവഹിക്കുന്നതിനോ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ല. ഇവിടെ സ്വീകരിക്കേണ്ട നിലപാടെന്താ? അതിലേക്ക് വെളിച്ചം വീശുന്ന പരിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തം 60-ാമത്തെ അധ്യായമായ സൂറത്ത് മുംതഹിനയിലെ 8-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിരോധിക്കുന്നില്ല. അനില്ലദീന, ഒരു കൂട്ടരെ കുറിച്ച്, ലം യുഖാതിലൂകും ഫിദ്ദീനി, ദീനിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യാത്ത ഒരു വിഭാഗത്തോട്, അൻ തബറൂഹും, അവരോട് നിങ്ങൾക്ക് നന്മ ചെയ്യാം, വതുഖ്സിതു ഇലൈഹിം, അവരോട് നിങ്ങൾക്ക് നീതിപൂർവം വർത്തിക്കാം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയാത്തവരുമായി നീതിപൂർവം സഹകരിക്കാം, നന്മ ചെയ്യാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ, വിശിഷ്യ ഹൈന്ദവരൊക്കെ മുസ്ലിങ്ങളെ കൊല്ലണമെന്നവർക്ക് അഭിപ്രായമുണ്ടോ? മുസ്ലിങ്ങളുടെ അവിടെ കിടപ്പാടങ്ങളിൽ നിന്ന് പുറത്താക്കുന്ന അഭിപ്രായമുണ്ടോ? അങ്ങനെ അഭിപ്രായമുള്ളവർ അവരുടെ കൂട്ടത്തിൽ തുലോം തുച്ഛമാണ്, അവർക്കെതിരാണ് ഇവിടുത്തെ പൊതു ഹൈന്ദവർ. അപ്പോൾ മുസ്ലിങ്ങളെ കൊല്ലണമെന്നോ അവരുടെ വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കണമെന്നോ അഭിപ്രായമില്ലാത്തവരോട് നാം എന്ത് ചെയ്യണം? നന്മ ചെയ്യാം, അവരോട് നീതിപൂർവം വർത്തിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഏത് സിവിൽ സപ്ലൈസ് നിയമം വരണം, ഏത് വിദ്യാഭ്യാസ നയം വരണം, ഏത് വിദ്യുത് ശക്തി നയം വരണം, ഏത് വിദേശ നയം വരണം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ ആ നിയമസഭയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏത് നയം വരണം, ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഏത് നയം വരണം എന്ന വിഷയം വരുമ്പോൾ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും താരതമ്യേന ഗുണം ചെയ്യുന്നവർക്ക് ഒരു വോട്ട്